നടൻ ദിലീപിനെ ഏറെക്കാലമായി അടുത്തറിയാവുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മണക്കാട് ദിലീപിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിനിമയിലുള്ളവർ തന്നെ ദിലീപ് ഒരിക്കലും എഴുന്നേറ്റ് വരരുതെന്ന രീതിയിൽ ദിലീപിനോട് പെരുമാറിയതുപോലെ തനിക്ക് തോന്നിയെന്നാണ് നടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കവേ രാജൻ മണക്കാട് പറയുന്നത്. പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിംഗ് സമയത്ത് ദിലീപ് വലിയൊരു താരമൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ സിനിമ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഥാപാത്രം വളരെ രസകരമായി ദിലീപ് ചെയ്തു. അത്തരം കഥാപാത്രം ദിലീപിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് തനിക്ക് തോന്നുന്നുണ്ടെന്നും രാജൻ മണക്കാട് പറയുന്നു. ആ സിനിമയിൽ ദിലീപ് അഭിനയിക്കുന്നതൊക്കെ തനിക്ക് ഓർമ്മയുണ്ട്. ദിലീപും ഹരിശ്രീ അശോകനുമെല്ലാം സീനിനിടയിൽ ചിലതൊക്കെ കയ്യിൽ നിന്നിടുമായിരുന്നു. അന്ന് പഞ്ചാബി ഹൗസ് വലിയ രീതിയിൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. ദിലീപിന് പോലീസ് കഥാപാത്രമൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അതിനുള്ള ലുക്ക് ദിലീപിനില്ല എന്നും പക്ഷേ പൃഥ്വിരാജിന് അത് സാധിക്കുമെന്നും രാജൻ മണക്കാട് പറയുന്നു. അതുപോലെ ദിലീപിന്റെ സിനിമ സെലക്ഷൻ എല്ലാം സൂപ്പർ ആയിരുന്നുവെന്നും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അഭിനയിക്കുമെന്നും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് വ്യക്തമല്ല, പക്ഷേ എന്തുകൊണ്ടോ ചില ഇൻസിഡന്റുകൾ അദ്ദേഹത്തിലേക്ക് വന്നുപോയി എന്നും അതുകൊണ്ടാണ് ദിലീപിനെ എല്ലാവരും കുറ്റക്കാരനായി കാണുന്നതെന്നുമാണ് രാജൻ മണക്കാട് പറയുന്നത്. ഈ സംഭവങ്ങൾ ദിലീപിന്റെ കരിയറിനെയും വല്ലാതെ ബാധിച്ചുവെന്ന് രാജൻ മണക്കാട് അഭിപ്രായപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയുടെ സെറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ ദിലീപിന്റെ സമീപനം, അതുതന്നെയാണ് ഇപ്പോൾ കണ്ടാലും ദിലീപ് കാണിക്കുന്നത്. അടുത്തു വന്ന് സൗഹൃദത്തോടെ സംസാരിക്കുമെന്നും നടൻ മധുവിന്റെ നവതി ആഘോഷത്തിൽ വെച്ച് സംസാരിച്ചിരുന്നു. ദിലീപിന് നമ്മളെ ഓർത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ദിലീപിന്റെ ആ സ്വഭാവം നല്ലതാണെന്നും രാജൻ മണക്കാട് പറയുന്നു. ഉർവശിയും കൽപ്പനയും അന്നും ഇന്നും ഒരേ രീതിയിൽ പെരുമാറുന്നവരാണ്. കേസും വിവാദവും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ നിൽക്കുമായിരുന്നു ദിലീപെന്നും മലയാള ഇൻഡസ്ട്രി തന്നെ ഭരിച്ചേനെയെന്നും അതിനുള്ള കഴിവ് ദിലീപിനുണ്ടെന്നുമാണ് രാജൻ മണക്കാട് പറയുന്നത്. താരങ്ങളുടെ ഇടയിൽ തന്നെ ദിലീപിനെ ഒതുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് തനിക്ക് സംശയം. ഒരിക്കലും എഴുന്നേറ്റ് വരരുതെന്ന രീതിയിൽ ദിലീപിനോട് പെരുമാറിയതുപോലെ തോന്നിയെന്നും പൃഥ്വിരാജിന് മുൻപ് ഇതേ അനുഭവം ഉണ്ടായിരുന്നുവല്ലോ എന്നും രാജൻ മണക്കാട് പറയുന്നു. നടൻ ബൈജുവിനെ കുറിച്ചും രാജൻ മണക്കാട് സംസാരിക്കുന്നുണ്ട്. ബൈജുവിന് ഇപ്പോൾ സിനിമയിൽ ഒരു റേഞ്ച് വന്നു. അടുത്തിടെയായി നല്ല നല്ല കഥാപാത്രങ്ങൾ ബൈജുവിനെ ലഭിക്കുന്നുണ്ട്. അത് അസലായി ചെയ്യുന്നുമുണ്ട്. ധാർഷ്ട്യം ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബൈജുവിന്റെ റേഞ്ച് മാറിയേനെന്നും രാജൻ മണക്കാട് അഭിപ്രായപ്പെടുന്നുണ്ട്. എടുത്തടിച്ചതുപോലെയുള്ള മറുപടി ബൈജുവിന്റെ സ്വഭാവമാണ്. ചിലരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നും ജഗദീഷ് ശ്രീകുമാറിന്റെ ബൈജുവിനെ വലിയ ഇഷ്ടമല്ലായിരുന്നുവെന്നും കക്ഷത്ത് കട്ട വെച്ചവനെന്നാണ് ബൈജുവിനെ കുറിച്ച് ജഗതി പറയാറുള്ളതെന്നും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് രാജൻ മണക്കാട് പറയുന്നുണ്ട്. അതേസമയം ഒരു കാലത്ത് പൊന്നും വിലയുണ്ടായിരുന്ന നായക നടനായിരുന്നു ദിലീപ്. വർഷങ്ങളുടെ പ്രയത്നവും അതിന് പിന്നിലുണ്ട്. സഹസംവിധായകനായി സിനിമാ ജീവിതം ആരംഭിച്ച ദിലീപ് സഹനടനായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് പതിയെ പതിയെ നായക വേഷങ്ങൾ ചെയ്തു തുടങ്ങി. ഇന്ന് നായക നടനും നിർമ്മാതാവും തിയേറ്റർ ഓണർഷിപ്പും എല്ലാമായി ദിലീപ് മലയാള സിനിമയിലാകെ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ കേസും വിവാദവും ഒക്കെ വന്ന ശേഷം ദിലീപ് സിനിമകൾ വേണ്ടത്ര വിജയം നേടാതെയാണ് തിയേറ്ററുകൾ വിടുന്നത്. രാമലീലയ്ക്ക് ശേഷം നല്ലൊരു ഹിറ്റ് സൃഷ്ടിക്കാൻ ദിലീപിനായിട്ടില്ല. കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ചിട്ടുള്ള ഒരു കാലത്ത് ദിലീപായിരുന്നു. എന്നാൽ ഇന്ന് ഒരു സിനിമ വിജയിപ്പിക്കാൻ വലിയ പ്രൊമോഷൻ നടത്തിയാൽ പോലും ദിലീപിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. സ്ക്രിപ്റ്റ് സെലക്ഷനിലെ പോരായ്മയാണ് തുടരെയുള്ള ദിലീപ് സിനിമകളുടെ പരാജയത്തിന് കാരണമായി പ്രേക്ഷകരും വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.